ഇസ്രായേലിലെ എൻ്റെ ഫാമിലി 40 വർഷം മുമ്പ് താമസിച്ചിരുന്ന നതാനിയായ്ക്കടുത്തുള്ള സൂർ നതാൻ എന്ന സ്ഥലത്തേക്കായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. മിക്ക ദിവസങ്ങളിലും ഇങ്ങനത്തെ യാത്രകൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇസ്രായേൽ മണ്ണിൽ കടന്നു കയറി ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തിയതിൻ്റെ 1-ാം വാർഷികം. യാത്രയിൽ ഇവരുടെ കൃഷിസ്ഥലങ്ങളും അവക്കാഡോ തോട്ടങ്ങളും കാണാം. ഹമാസ് തീവ്രവാദികൾ ബന്ധനസ്ഥരാക്കി കൊണ്ടുപോയ നിരപരാധികളെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫ്ലാഗുകളും കാണാം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇസ്രായേലിലെ മുസ്ലിം സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ എല്ലാ പരസ്യ ബോർഡുകളും ഹീബ്രു ഭാഷയിലും അറബി ഭാഷയിലും എഴുതിയിരിക്കുന്നതും കാണാം. നമ്മൾ ഈ ദൂരത്ത് കാണുന്നതെല്ലാം അറബ്സിൻ്റെ വീടുകളാണ്. ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളും യഹൂദരും വളരെ സൗഹാർദ്ദമായിട്ടാണ് ജീവിച്ചു വരുന്നത്. ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും മുസ്ലിം സഹോദരങ്ങൾ ഇതുപോലെ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളുണ്ട്. ഈ ദിവസം തന്നെ എൻ്റെ ഫാമിലി അവിടേക്ക് യാത്ര ചെയ്തതാണ് എന്നെ അതിശയിപ്പിച്ചത്. ഇവിടെയുള്ള യഹൂദരും മുസ്ലിം സഹോദരങ്ങളും ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തും ഒരേ ബിസിനസ് സ്ഥാപനത്തിൽ പങ്കാളിയായും ജീവിക്കുന്നു. ഇവരുടെ മക്കളും തോളിൽ കൈയിട്ട് കളിച്ചും ചിരിച്ചും വളർന്നു വരുന്നു. യുദ്ധകാഹളങ്ങളും റോക്കറ്റ് ആക്രമണങ്ങളും ഉണ്ടെങ്കിലും ഇവിടുത്തെ ജനജീവിതം സാധാരണഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയുള്ള യാത്രകൾ നമ്മളുടെ ലൈഫിൽ ഒരു പ്രത്യേക ഉണർവും എൻ്റർടൈൻമെൻറ്റും തരുന്നതുകൊണ്ട് ഫാമിലിയെപ്പോലെ തന്നെ എനിക്കും ഈ യാത്രകൾ വളരെ ഇഷ്ടമാണ്. ഭാഷയുടെയോ സമുദായത്തിൻ്റെയോ യാതൊരുവിധ വേർതിരിവുമില്ലാതെ എല്ലാവരും സഹോദരങ്ങളെപ്പോലെയാണ് ഇവിടെ ജീവിക്കുന്നത്. ഈ കുട്ടികളെല്ലാം ഒരേ സ്കൂളിൽ തന്നെയാണ് ജാതി മത വ്യത്യാസമില്ലാതെ പഠിക്കുന്നത്. അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും അതുപോലെ തന്നെ ആയിരിക്കും. ഇവരുടെ പരസ്പര സ്നേഹവും ബഹുമാനവും കാണുമ്പോൾ എന്തിനാണ് ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ഇതൊന്നും നേരിട്ട് ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരായിരിക്കാം മാധ്യമങ്ങളിലൂടെയും മറ്റും വളരെ പ്രതികാര ബുദ്ധിയോടെ പരസ്പരം പഴിചാരുന്നത്. എൻ്റെ ഇസ്രായേലിലെ ഫാമിലി ജനിച്ചതും വളർന്നതുമെല്ലാം ഈ പ്രദേശത്താണ്. അവരുടെ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാനും അറിയാം. ഈ കാണുന്നത് ഇവിടുത്തെ ഒലിവ് തോട്ടങ്ങളാണ്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു ജനതയാണ് യഹൂദ ജനം. നമ്മളീ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെല്ലാം ധാരാളം മുസ്ലിം പള്ളികളും കാണാം. ഇതിനോട് ചേർന്ന് തന്നെ വളരെ ശാന്തസുന്ദരമായ സ്ഥലത്ത് യഹൂദരുടെ അപ്പാർട്ട്മെൻറ്റുകളും നമുക്ക് കാണാം. ഇസ്രായേലിലെ ഗവൺമെൻറ്റോ അല്ലാത്തതോ ആയ എല്ലാ സ്ഥാപനങ്ങളിലും മുസ്ലിം സഹോദരങ്ങളും ജോലി ചെയ്യുന്നു. അറബ്സിൻ്റെ ഈ ഏരിയയിൽ കൂടെ തന്നെ ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്തു. ഇവിടുത്തെ ജനജീവിതം സാധാരണമായി തന്നെ നടക്കുന്നു. ഞങ്ങൾ എത്തിച്ചേർന്ന സ്ഥലത്തെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതും ഒരു അറേബ്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ്.